നമ്മൾ സമ്മതിക്കാൻ എത്തുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഇസ്ലാം സാഹിബാണ്. പല നേതാക്കളും ഇവിടെ വന്ന് സംസാരിച്ചു പോയി. പക്ഷെ മത്സരിക്കുന്നത് 2 സീറ്റുകൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് നേതാവേ ഉള്ളൂ, ഇസ്ലാമൊക്കെയാണ്. പക്ഷേ ജയപരാജയങ്ങൾക്കപ്പുറം ദേശീയ രാഷ്ട്രീയ നിർണായകരുടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ പറ്റിയും രാഷ്ട്രീയ ഗതിവിധികളൊക്കെ സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അപ്പോൾ ചടങ്ങിലേക്ക് മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് സ്വാഗതം. അധ്യക്ഷ വഹിക്കാനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഇലക്ഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലെ ഇന്നത്തെ 2ാമത്തെ പരിപാടിയാണ്. സമയം ഇലക്ഷൻ അടുത്തുകൂടി തന്നെ വളരെ തിരക്ക് പിടിച്ച അവസ്ഥയാണ്. നേതാക്കന്മാരെല്ലാം അവരൊക്കെ കൃത്യസമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ എത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും കാലിക്കറ്റുമായുള്ള അവരുടെ ഒരു നല്ല സൗഹൃദ ബന്ധമാണ് കാണിക്കുന്നത്. അതോടൊപ്പം നമുക്ക് നേരിട്ട് പ്രത്യേകിച്ചും മിക്കവാറും എല്ലാ ജില്ലകളിലും സന്ദർശിച്ചവരാണ്. ഈ അവസാനമാകുമ്പോൾ ഗുണം എല്ലാവരും മിക്ക ജില്ലകളിലും മുഖ്യ മണ്ഡലങ്ങളിൽ പര്യടനം കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആഴത്തിലുള്ള കൃത്യമായ വിശകലനങ്ങൾക്കും മറുപടികൾക്കും അത് സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആദരപൂർവ്വം ശ്രീ PM സലാം അവരുടെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ക്ഷണിക്കാം. ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കൾ, നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സുപ്രധാനമായ പല കാര്യങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയാറ് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്, വിധി നിർണായകമാണ്, വളരെ പ്രസക്തമാണ് എന്നൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം നമ്മളത് പറയാറുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. ശരിയാണ്, ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം 10-65 കൊല്ലക്കാലം കോൺഗ്രസ് ഭരിച്ചു. കോൺഗ്രസ് അല്ലാത്ത പ്രധാനമന്ത്രിമാർ ഇടക്കാലത്ത് രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷമായി BJP ഭരിച്ചുകൊണ്ടിരിക്കും. ഈ BJPയുടെ ഭരണം വരുന്നത് വരെ ഇന്ത്യ രാജ്യത്തിൽ ഭരണമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രധാനമന്ത്രിമാർ മാറിയിട്ടുണ്ട്, ഭരണത്തിൻ്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്, ചരൺ സിംഗ് ആയിട്ടുണ്ട്, VP സിംഗ് പ്രധാനമന്ത്രിയായി വന്നിട്ടുണ്ട്, IK ഗുജറാൽ പ്രധാനമന്ത്രി. ഇവരൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനമന്ത്രിമാരായിരുന്നില്ല. എന്നാൽ പോലും ഈ ഭരണമാറ്റങ്ങളൊക്കെ വന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കൂറ് പുലർത്തിയിട്ട് രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വിദേശ നയങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം, കാർഷിക നയങ്ങളിലും വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസും കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരും അവരുടെ പാർട്ടികളൊക്കെ രാജ്യം ഭരിച്ചത്. പക്ഷെ ഇപ്പോൾ BJP അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം വരുന്നത്. ഈ കടന്നാക്രമണം രാജ്യത്തിനെ അപകടസ്ഥിതിയിലാക്കുകയാണ്. നമുക്കറിയാം, 200 കൊല്ലക്കാലത്തോളം നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ പടപൊരുതി
നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് 10,000-കണക്കിന് ഭാരതീയരുടെ ജീവൻ പോലും ബലികൊടുത്തിട്ടാണ്. അത്തരമൊരു സമരം നമ്മൾ നടത്തിക്കൊണ്ടുപോയത് തൊലി വെളുത്ത ഭരണാധികാരികളിൽ നിന്ന് നിറം കുറഞ്ഞ തൊലിയുള്ള ആളുകളിലേക്ക് ഭരണം മാറ്റാനല്ലായിരുന്നു, മറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടണം, നമ്മുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് വേണം, അഭിപ്രായം പറയാനുള്ള അവകാശം വേണം, ജനാധിപത്യം ഉണ്ടാകണം, ജനാധിപത്യത്തിന്റെ കാതിൽ വിയോജിക്കാനുള്ള അവകാശമാണ്, ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകളെ വിമർശിക്കാൻ അവസരം ഉണ്ടാകണം. അതിനാണ് പാർലമെന്റും നിയമസഭകളൊക്കെ ഭരണഘടനാടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതും തുടർന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ എതിരഭിപ്രായം പറയുന്നവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ ജയിലിൽ അടക്കുക, അല്ലെങ്കിൽ അവരെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്യുക. എതിരഭിപ്രായം സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥയായിരുന്നു വൈദേശികാധിപത്യത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത്. അഭിപ്രായം പറയാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. മഹാത്മജി അടക്കമുള്ള 10,000 ജീവൻ ബലി കൊടുത്തത് അതിനു വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം വീണ്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ രാജ്യത്ത് നടന്ന മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലേക്കാളും പ്രാധാന്യമുണ്ട്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വഭാവത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. നമ്മുടെ ഭരണഘടന നമ്മളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപൂർവ്വം തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് ആ ഭരണഘടനയുടെ പ്രസക്തിയും പ്രാധാന്യവും കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഭരണഘടന ലോകത്തിന് അത്ഭുതമാണ്. ഇന്ത്യയെ പോലുള്ള ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ ഇത്രമാത്രം വിഭിന്നങ്ങളായ സംസ്കാരങ്ങളും അഭിപ്രായങ്ങളും മതവും ജാതിയും ഭാഷയും വേഷവും ഒക്കെയുള്ള ഒരു രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഒരു കുഴപ്പവും ഇന്ത്യ രാജ്യത്തിനുണ്ടായിട്ടില്ല. ഒറ്റ ജാതിയും മതവും മാത്രമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും സംഘർഷം പോലും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇതൊരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. അതിനാണ് ഇപ്പൊ ഭംഗം വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഘട്ടത്തിലാണ് പുതിയ മുദ്രാവാക്യങ്ങൾ വരുന്നത്. ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലാത്ത മുദ്രാവാക്യം. ഒന്ന്, ഏക സിവിൽ കോഡ് കൊണ്ടുവരും. മറ്റൊന്ന്, പൗരത്വം പോലെയുള്ള സുപ്രധാനമായ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സമുദായത്തിന്റെയും മതത്തിന്റെയും ഒക്കെ പരിവേഷം നൽകും. ഭരണഘടന മുച്ചൂടും മാറ്റിമറിക്കും. ഇതൊക്കെ പറയുന്നത് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങളാണ്. ഇത് വളരെയേറെ രാജ്യത്തിലെ ഭരണഘടനയോട്, മതനിരപേക്ഷതയോട്, പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും കഴിയുന്ന ജനങ്ങളോട് ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 35% BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് കിട്ടിയത്. ബാക്കി 65%-ലധികം വോട്ട് പോൾ ചെയ്തത് BJP വിരുദ്ധ പെട്ടികളിലാണ്. പക്ഷേ 35% വോട്ട് നേടിയ മുന്നണിക്ക് ഇന്ത്യയുടെ ലോകസഭയിൽ 75% സീറ്റ് കിട്ടി. അതുണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ബാക്കിയുള്ള 65% പരസ്പരം മല്ലടിച്ചു, അവർ ഭിന്നിച്ചു. ഇപ്പൊ ജനാധിപത്യവും മതനിരപേക്ഷതയും ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരാണ് ഭൂരിപക്ഷം. പക്ഷെ അവരുടെ ഐക്യമില്ലായ്മ, അവരുടെ ഭിന്നിപ്പ് ന്യൂനപക്ഷങ്ങൾക്ക് ലോകസഭയിൽ വൻ ഭൂരിപക്ഷം കിട്ടാനും അതുവഴി ഭരണം കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സങ്കടകരമാണ്.
ഇപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ സമൂഹം ഹൈന്ദവ സമൂഹമാണ്. രാജ്യത്തിലെ ജനസംഖ്യയിൽ 75-80% വരുന്ന ഹൈന്ദവ സമൂഹം ബഹുഭൂരിപക്ഷമാണ്. പക്ഷെ BJPക്ക് കിട്ടിയത് മൊത്തം 35% താഴെ വോട്ടാണ്. അതിൻ്റെ അർത്ഥം രാജ്യത്തിലെ ഹൈന്ദവ സമൂഹം BJP അംഗീകരിക്കുന്നില്ല, ബഹുഭൂരിപക്ഷവും. BJPയുടെ വിഘടിത രാഷ്ട്രീയത്തിൽ, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയത്തിൽ ഹൈന്ദവ സഹോദരങ്ങളിലെ ബഹുഭൂരിപക്ഷവും എതിരാണ്. അവർ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. വിവിധ സമുദായങ്ങളും സമൂഹങ്ങളും തമ്മിൽ ഐക്യത്തിലും യോജിപ്പിലും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്ന് ഇന്ത്യ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ന്യൂനപക്ഷം ഭരണകക്ഷിയാകുന്ന ഈ ഭീഷണിയെ ചെറുക്കാൻ ബഹുഭൂരിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മ കാരണമായിട്ടുണ്ട് എന്ന പാഠമാണ് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകാൻ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളെ പ്രേരിപ്പിച്ചത്. ഇന്ത്യ മുന്നണി വളരെ ഭംഗിയായി സംവിധാനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാദേശികമായി ചില പരസ്പരം വിദേശത്തിലും രാഷ്ട്രീയ ശത്രുതയിലൊക്കെ വർദ്ധിച്ചിരുന്ന പാർട്ടികൾ തമ്മിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. UP-യിൽ ആകെയുള്ള 80 സീറ്റിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ ദൗർഭാഗ്യവശാൽ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത്, സോണിയാജി. രാഹുൽജി പോലും അമേഠിയിൽ പരാജയപ്പെട്ടു. അവിടെ മുലായം സിംഗ് നേതൃത്വം നൽകുന്ന അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. 6-7 പാർലമെന്റ് അംഗങ്ങൾ വന്നിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന അഖിലേഷ് യാദവിന്റെ പാർട്ടിയും 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസും യോജിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തേക്ക് എത്തും എന്നത് ഉറപ്പാണ്. അത്തരമൊരു ശുഭപ്രതീക്ഷ UP-യിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബീഹാർ നമുക്കറിയാം. ഒരു നിതീഷ് കുമാറിനെ കുറിച്ചാണ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അത് നമ്മളെ കുറ്റമല്ല. അദ്ദേഹത്തിന് ഇതുവരെ 9 തവണ മാത്രമേ കാലുമാറാൻ കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇനിയും ഒരുപാട് തവണ കാലുമാറാൻ സർവേശ്വരനും അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ 8 തവണയും അദ്ദേഹം കൂറുമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ജനങ്ങളൊക്കെ പോയി. ഇത്തവണ അദ്ദേഹം പോയപ്പോൾ ഭരണം നിലനിർത്താൻ വേണ്ടി കുറച്ച് MLA-മാർ മാത്രമേ പോയിട്ടുള്ളൂ. ജനങ്ങൾ അദ്ദേഹത്തിനെതിരാണ്. അവിടെ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, തേജസ്വി യാദവ് നയിക്കുന്ന പാർട്ടിയുണ്ട്, മറ്റ് ജനാധിപത്യ കക്ഷികളൊക്കെയുണ്ട്. അവരെല്ലാം കൂടിക്കൊണ്ട് ബീഹാറിലും വലിയ മാറ്റങ്ങളുണ്ടാകും. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഒരു വിഭാഗവും ശരത് പവാറിന്റെ NCP-യും കോൺഗ്രസും കൂടി പൂർണ്ണമായ സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ, ഗുജറാത്തിലൊക്കെ BJP-യുടെ കോട്ടയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ വരെ രാജിവെച്ച് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എല്ലായിടത്തും മാറ്റങ്ങൾ പ്രകടമാണ്. തെക്കേ ഇന്ത്യയിലേക്ക് BJP-ക്ക് പ്രവേശനം നിഷിദ്ധമായ ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ തവണ ഭരണമുണ്ടായിരുന്ന കർണാടക ഇപ്പം എന്തായാലും മാറിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ കേരളമാണ്, തെലുങ്കാനയാണ് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ആ BJP പ്രതിദാനം ചെയ്യുന്ന ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതവർ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ്. പരസ്പരം മല്ലടിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുശത്രുക്കൾ മുതലെടുത്ത് പോകും എന്ന അറിവ് ജനാധിപത്യ മതേതര കക്ഷികൾക്കുണ്ടായിട്ടുണ്ട്. അത് ശുഭോദർക്കമാണ്. ഇനിയും ബംഗാൾ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഐക്യം വരാൻ പോകുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്കെതിരായി എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും ശക്തമായ നിലപാട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും.
കാരണം മുസ്ലിം ലീഗ് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്തിൻ്റെ സൽപ്പേട്, വിശിഷ്യ അതിൻ്റെ പൈതൃകം, പാരമ്പര്യം, നമ്മുടെ പൂർവ്വപിതാക്കൾ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം, അത് നിലനിർത്തണം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അങ്ങനെ യോജിച്ച് മുന്നോട്ട് പോയി BJP-യെ പ്രതിരോധിക്കണം എന്ന് പറയുമ്പോൾ അതിന് യാഥാർത്ഥ്യവുമായുള്ള ബന്ധം വേണ്ടേ? കോൺഗ്രസ് പാടില്ല, കോൺഗ്രസ് ഇല്ലാതെ ആ പ്രതിരോധം നടക്കും എന്ന് CPM കേരളത്തിൽ പറയുന്നു. അതിന് യാഥാർത്ഥ്യവുമായി എന്ത് ബന്ധമുള്ളത്? കോൺഗ്രസ് ഇല്ലാതെ BJP-യെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയും? ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റുകൾ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്, സമ്മതിക്കുന്നു. എന്നാൽ പോലും 150ഓളം BJP ജയിച്ച പാർലമെന്റ് സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്. 10,000 വോട്ടിനും 25,000 വോട്ടിനും 30,000 വോട്ടിനും ഒക്കെ പരാജയപ്പെട്ട് കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഒരു പാർട്ടിയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ BJP-ക്ക് ബദലായി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, വേറൊരു പാർട്ടി അവിടെ ഇല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്ന മുദ്രാവാക്യം ആരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം BJP-യെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ്. മറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവകാശമില്ല. മാത്രമല്ല, ഇന്ത്യ രാജ്യത്താകെ ഇന്ത്യ മുന്നണിയുമായി CPM സഹകരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂലുമായി സഖ്യം സീറ്റിന്റെ എണ്ണത്തിൽ തെറ്റിയിട്ട് സഖ്യം പൂർണ്ണമായിട്ടില്ല. തൃണമൂലിനെയും BJP-യെയും അവിടെ എതിർക്കുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സഖ്യം ചെയ്തിട്ടാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് മുന്നണി കൊടുത്ത 2 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് ഹൈദർ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ്. കോയമ്പത്തൂരും മധുരയും. അവിടെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അതിനോട് കൂടി വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി സഹകരിച്ച് കോൺഗ്രസിന്റെ വോട്ട് കൂടി വാങ്ങി, മറിച്ച് കോൺഗ്രസിന് വോട്ട് നൽകി കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് CPM പ്രവർത്തിക്കുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, കോൺഗ്രസിനെ എതിർക്കുന്നു. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ രാജ്യത്ത് BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽജിയെ എതിർക്കുന്നു. ആ ഒരു നിലപാടിന് എന്താണ് കാരണം എന്നത് ദുരൂഹമാണ്. രാഷ്ട്രീയമായ കാരണങ്ങളല്ല. രാജ്യത്ത് മൊത്തത്തിൽ CPM എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി കേരളത്തിൽ സഖാവ് പിണറായി നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി നിലപാടെടുക്കുന്നു. അതിന്റെ കാരണങ്ങളെ കുറിച്ച് പല വീക്ഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിലെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ജയിലിനകത്താണ്. BJP-യെ എതിർക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. DK ശിവകുമാറിനെ മാസങ്ങളോളം ജയിലിലിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ജയിലിലടച്ചിട്ടുണ്ട്. കശ്മീരിലെ പ്രതിപക്ഷ നേതാക്കന്മാർ പലരും ഇപ്പോഴും വീട്ടുതടങ്കലിലാണ്. പലയിടത്തും ഡൽഹിയിൽ മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാർ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കരാള ഹസ്തത്തിൽ കുടുങ്ങി അകത്തും പുറത്തുമൊക്കെയായി ജീവിക്കുക. അപ്പോൾ പ്രതിപക്ഷത്തുള്ള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്ന ജനപിന്തുണയുള്ള ആർജവമുള്ള നേതാക്കന്മാരെ ഈ ഭീഷണി, അന്വേഷണ ഭീഷണിയും അതുപോലെ തന്നെ ഭരണാധികാരികൾ കയ്യിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ ഭീഷണിക്ക് അടിമപ്പെടാതെ സത്യം തുറന്നു പറഞ്ഞ് BJP-യുടെ തെറ്റായ നിലപാടുകളെയും രാജ്യദ്രോഹ നിലപാടുകളെയും എണ്ണിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ പക്ഷേ അതുണ്ടാകുന്നില്ല. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയത് ഒരു മദ്യ ലൈസൻസ് കൊടുത്തുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിലാണ്.
സോറൻ ജാർഖണ്ഡിൽ അകത്ത് പോയത് അതുപോലെയുള്ള ഒരു അഴിമതി കേസിലാണ്. പക്ഷേ ഒരുപാട് കേസുകളുള്ള ചില മുഖ്യമന്ത്രിമാർ സ്വൈര്യമായി വ്യവഹരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെയുണ്ട്. അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്താൻ കഴിയുന്നത് BJP വിരുദ്ധ ജനാധിപത്യ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സഹായിക്കുന്നവരെ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചു സഹായിക്കുന്നു എന്നുള്ളതാണ്. BJP വിരുദ്ധ വോട്ടുകൾ ഒരുമിക്കണം എന്നുള്ളതിന് വിരുദ്ധമായി അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ BJPക്ക് സന്തോഷമാവും, ശ്രീ നരേന്ദ്രമോദിക്ക് തൃപ്തിയാവും, അമിത്ഷാക്ക് ഏറെ ആഹ്ലാദമുണ്ടാകും. അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ തയ്യാറാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനാവില്ല. അപ്പോൾ കേന്ദ്രത്തിന്റെ ദുർഭരണം ഇത് മാത്രമല്ല, ഭിന്നിപ്പ് മാത്രമല്ല, രാജ്യം 10 കൊല്ലമായി അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരുപാട് ഗ്യാരണ്ടികളുമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ ഗ്യാരണ്ടികൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്തായിരുന്നു? 2014 മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പുറത്താക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മുടെ വീട്ടിൽ പാചകവാതക ഗ്യാസ് സിലിണ്ടർ വന്നിരുന്നത് 410 രൂപക്കായിരുന്നു. അത് വീണ്ടും കുറക്കും എന്ന് പറഞ്ഞിട്ടാണ് മോദി അധികാരത്തിലെത്തിയത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ അത് എത്തുന്നത് 1200 രൂപക്കാണ്. ഇപ്പൊ ചുരുങ്ങിയ വിലക്ക് സാധനങ്ങൾ വാങ്ങി ചുളിവിൽ പോകുന്ന ആളുകളാണ് കേരളീയർ എന്ന ചീത്തപ്പേര് നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഉയർന്ന വിലക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് വിളിച്ചു. സബ്സിഡികളൊക്കെ ഒഴിവാക്കി. നമ്മളങ്ങനെ സബ്സിഡി വാങ്ങി സാധുക്കളായി പാവങ്ങളായി ജീവിക്കേണ്ടവരല്ല. ഒരു സബ്സിഡിയും കേരളീയർക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമില്ല എന്നുള്ളിടത്തേക്ക് നമ്മൾ അഭിമാനപൂർവ്വം ഉയർത്തി മോദി. അങ്ങനെ 1200 രൂപയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 50 രൂപയുണ്ടായിരുന്നത് 1 ലിറ്റർ പെട്രോളിന് 55 രൂപയാക്കിയപ്പോഴാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പുറത്താക്കുന്നത്. അന്ന് 55 രൂപയാക്കിയപ്പോൾ അതിനെതിരെ സമരം നടത്തിയതിൽ ഏറ്റവും മുന്നിൽ BJPയോടൊപ്പം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള പൊതുനിരത്തിൽ ട്രാഫിക് ബന്ധാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി അടുപ്പ് കത്തിച്ചിട്ട് സമരം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില 50 നിന്ന് 55 ആയപ്പോൾ അത് കുറക്കാനാണ് മോദിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് മോദി അധികാരത്തിലെത്തിയത്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 106 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ പണമെല്ലാം വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ, ശതകോടീശ്വരന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി, കൊള്ളയടിച്ചു കൊണ്ടുപോയി വിദേശത്തെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരന്റെ കുടുംബത്തിലേക്കും 15 ലക്ഷം രൂപ ഞങ്ങൾ എത്തിക്കുമെന്ന് 10 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ശ്രീ മോദി. അത് കേട്ടിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ബാങ്കിൽ ക്യൂ ഒന്ന് അക്കൗണ്ട് ഉണ്ടാക്കി 15 ലക്ഷം ഒരുമിച്ച് വന്നാൽ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി 15 ലക്ഷം പോയിട്ട് 15 നയാ പൈസ ഒരു കുടുംബത്തിന് കൊടുത്തു. ഒരു വർഷം 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. തൊഴിലില്ലാത്ത ലക്ഷങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഇന്ത്യയിൽ വലിയ വാഗ്ദാനമായിരുന്നു അത്. എത്ര പേർക്ക് കൊടുത്തു? സകലമായ തൊഴിലിടങ്ങളിലും നിയമനം നിരോധിച്ചു. വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തൊലച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന റെയിൽവേ കഷ്ടമായി കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക മാത്രമല്ല നിയമനം നിരോധിച്ചു. 10 ലക്ഷം തൊഴിലവസരങ്ങൾ റെയിൽവേയിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നിരോധിച്ചു. രാജ്യത്തിലെ തൊഴിലില്ലാത്ത യുവജന ലക്ഷങ്ങളെ വഞ്ചിച്ചു. നോട്ട് നിരോധനത്തിന്റെ കാലത്ത് പറഞ്ഞത് എന്താ? ഒരുപാട് കള്ളപ്പണം രാജ്യത്ത് കെട്ടിക്കിടക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരണം. സാധാരണക്കാരന്റെ പണമാണ്, ഖജനാവിന്റെ പണമാണ്. അത് കണ്ടുപിടിക്കാനാണ് നോട്ട് നിരോധനം. 1000-ന്റെയും 500-ന്റെയും നോട്ടുള്ളവരും അവിടെ വെച്ച് മേപ്പോട്ട് നോക്കി. പലരും സ്വന്തം പണം ബാങ്കിൽ കിടക്കുന്നത് വാങ്ങാൻ കഴിയാതെ, മരുന്ന് വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പണമില്ലാതെ ബാങ്കുകൾക്ക് മുമ്പിൽ ദിവസങ്ങളോളം പൊരി വെയിലത്ത് നട്ടുച്ചയ്ക്ക് ക്യൂ നിന്ന് തളർന്നു വീണ് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച നമ്മുടെ സഹോദരങ്ങളും മക്കളും വിദേശത്ത് നിന്ന് രക്തം വിയർപ്പാക്കി മാറ്റി അത്യധ്വാനം ചെയ്ത് അയച്ച പണം
100 രൂപ നമുക്ക് ഗുളിക വാങ്ങാൻ ചോദിച്ചിട്ട് ബാങ്കിൽ കിട്ടാതെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് റിസർവ് ബാങ്ക് പറയുന്നത്, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നോട്ടിന്റെ കറൻസിയുടെ 99% തിരിച്ചു കിട്ടി. ഇപ്പൊ കള്ളപ്പണം എവിടെയാണ്? എന്തിനായി ജനങ്ങളെ ഉപദ്രവിച്ചത്? അപ്പൊ ഇത്രത്തോളം ജനങ്ങളെ വിട്ടികളാക്കിയ ഒരു ഗവൺമെന്റ്, ഇത്തരം കഴിഞ്ഞ കാല വാഗ്ദാനങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് പുതിയ ഗ്യാരണ്ടിയുമായി വരുമ്പോൾ അത് സ്വീകരിക്കാൻ കേരളീയ സമൂഹവും ഇന്ത്യൻ ജനതയും തയ്യാറല്ല എന്നത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതിനോടൊപ്പമാണ് UDF മുസ്ലിം ലീഗുള്ളത്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു അവസരം കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് 7 കൊല്ലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഗവൺമെന്റ് ഇതുപോലുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് അധികാരത്തിലേറി. എന്താ സ്ഥിതി? എന്താ സംസ്ഥാനത്തിന്റെ സ്ഥിതി? ആ സ്ഥിതിയുടെ പ്രതിഫലനമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും നമുക്ക് തരുന്നത്. തുടർഭരണത്തിലേറി 1 വർഷം തികയുന്നതിന് മുമ്പാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. മന്ത്രിസഭ 2 മാസം എറണാകുളത്ത് തമ്പടിച്ചു. മന്ത്രിസഭ യോഗം നടച്ചേർന്നു. ഓരോ മന്ത്രിക്കും 50 വീടിന്റെ ചുമതല കൊടുത്തു. ഓരോ വ്യക്തിയെയും മന്ത്രിമാരും MLA-മാരും നേരിട്ട് വിളിച്ചു. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊടുത്തു. വിദ്യാഭ്യാസ മാനേജർമാരാണ് അവിടെയുള്ളതിൽ ബഹുഭൂരിപക്ഷവും, സാമുദായിക നേതൃത്വത്തിലുള്ള ആളുകൾ. അവരെ വിളിച്ചിട്ട് സ്കൂളിൽ എത്ര പോസ്റ്റ് വേണം, കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട്, ഞങ്ങൾ എത്തിത്തരാം. ഇപ്പോൾ ഓർഡറാണ്. വ്യവസായങ്ങളോട്, വ്യാപാര സ്ഥാപനങ്ങളോട് സെയിൽ ടാക്സിൽ എത്ര പെൻഡിങ് ഉണ്ട്, എത്ര മാസത്തെ അവധി വേണം, എത്ര ഗഡുക്കളാക്കി മാറ്റിത്തരണം, എത്ര ഒഴിവാക്കി തരണം, ഇങ്ങനെയുള്ള പ്രോമിസ് ഒക്കെ കൊടുത്ത് എല്ലാതരം സാമുദായിക വികാരങ്ങളും ഉണർത്തി അവിടെ പ്രവർത്തിച്ചപ്പോൾ 1 കൊല്ലം മുമ്പ് കിട്ടിയ 15,000 ലീഡ് UDF-ന് 25,000 മാറാൻ കഴിയും. ജനങ്ങൾ ചിന്തിക്കുന്നു. 39,000 വോട്ടാണ് പുതുപ്പള്ളിയിൽ ഇത്തവണ ലീഡ്. ബഹുമാനപ്പെട്ട ആദരണീയനായ ഉമ്മൻചാണ്ടിക്ക് 9,000 ആയിരുന്നു. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും അഖിലേന്ത്യാ നേതാവൊക്കെ ആയിരുന്ന AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയപ്പോൾ കേരളം മുഴുവൻ BJP-യിലേക്ക് വന്നു എന്നാണ് ഉത്തരേന്ത്യയിൽ പ്രചരണം നടത്തിയത്. ആ അനിൽ ആന്റണിക്കായിരുന്നു പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിന്റെ BJP-യുടെ ചുമതല. വോട്ടിന്റെ എണ്ണത്തിൽ പകുതിയിൽ താഴെ പോയി BJP. UDF-ന് 9,000 ലീഡ് ഉണ്ടായിരുന്നു, 39,000-ആയി. എന്തുകൊണ്ടാ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ CPM-നെ കൈവിട്ടു. പിണറായി വിജയൻ CPM അല്ല എന്ന് കമ്മ്യൂണിസം ഒരു മതമായി സ്വീകരിച്ച നല്ല മനുഷ്യർ കണ്ടെത്തി, അവരെ അംഗീകരിച്ചു, അതിനനുസൃതമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അവര് ഈ പ്രത്യേകിച്ച് തൃക്കാക്കരയിലൊക്കെ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ പാർട്ടിയെ പാഠം പഠിപ്പിച്ചത്. ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ലയിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ പാർട്ടിക്കാരല്ല വരുന്നത്, സൂട്ട് കേസാണ്. വലിയ സൂട്ട് കേസുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി വരികയാണ്. എന്ത് ആശയമാണുള്ളത്, എന്ത് നയമാണുള്ളത്, എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഇടതുപക്ഷവുമായി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി, താനൂരിലെ സ്ഥാനാർത്ഥി, തിരൂരിലെ സ്ഥാനാർത്ഥി, തവനൂരിലെ സ്ഥാനാർത്ഥി, തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി, ഇവിടെയൊക്കെയുള്ള ഒരു ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ 10-നും വരുന്നത് ഇടതുപക്ഷമായിട്ടോ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടോ കമ്മ്യൂണിസവുമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പോലും ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ സൂട്ട് കേസിന്റെ വലിപ്പം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്. ഇത് ആശയപരമായ ഒരു സമരമാണ്, ആദർശപരമായ ഒരു സംവാദമാണ്. അല്ലല്ലോ, താൽക്കാലികമായി സീറ്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട്. എന്താണ് ഇടതുപക്ഷവുമായി ആ സ്ഥാനാർത്ഥിക്കുള്ള ബന്ധം? അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നതിൽ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 3-ാം മാസത്തിൽ അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ ചിഹ്നം നഷ്ടപ്പെടുന്നതിലുള്ള ബേജാറായിരിക്കാം, ആശങ്കയായിരിക്കാം. പരമാവധി ചിഹ്നം കൊടുത്തിട്ട് അതിൽ എത്ര വോട്ട് കിട്ടി ആ ശതമാനം ഇലക്ഷൻ കമ്മീഷന് കൊടുത്താൽ ചിഹ്നം നിലനിർത്താൻ കഴിയുമെന്നൊരു
ചിന്തയായിരിക്കാം, നമ്മൾ കുറ്റം പറയുന്നില്ല. അവരുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ തേളും പാമ്പും അണലിയും ഒക്കെ ചിഹ്നമായി വരുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ തന്നെയാണ്. അത്തരം ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായി ആശയപരമായി നഷ്ടപ്പെട്ട സർവ്വതും നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇടതു മുന്നണിക്ക് ഒരു റോളുമില്ല. BJP ഒരു ഭാഗത്തും BJPയുടെ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന രാഹുൽജി നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണി, ഇന്ത്യ മുന്നണി ഒരു ഭാഗത്തും തമ്മിലാണ് മത്സരം. അതിനിടയ്ക്ക് കേരളത്തിൽ 20 സീറ്റിൽ ജനാധിപത്യ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ആരെയോ ഭയപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നു. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ആളുകൾ പറയാറുണ്ട്, നമ്മൾ എള്ള് ഉണക്കാനിടും, എണ്ണ എടുക്കാൻ. വീടുകളിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. എള്ളു ഉണക്കാണ്ടിടും, വെയിലത്ത് എള്ളു ഉണങ്ങും. പക്ഷെ ആ കൂട്ടത്തിൽ ചില പ്രാണികളുണ്ടാവും. വെയിലത്ത് ചുടുകൊള്ളുന്ന വെയിലത്ത് ഈ പ്രാണികളും ഉണങ്ങിപ്പോവും. ഇപ്പൊ സാധാരണക്കാർ ചോദിക്കും, എള്ളുണങ്ങുന്നത് എള്ളക്കാണ്, ഈ കുറിഞ്ചാത്തെന്ന ഈ പ്രാണിയെ പറയും. കുറിഞ്ചാത്തിന് എന്തിനാണ് ഉണങ്ങുന്നത്? കോൺഗ്രസ് മത്സരിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താനാണ്. BJP മത്സരിക്കുന്നത് രാജ്യത്തിന്റെ പൈതൃകം ഇല്ലാതാക്കാനാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണ് മത്സരിക്കുന്നത്? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത 20 സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ അവർക്കറിയാം. പക്ഷെ ആരെയോ സന്തോഷിപ്പിക്കാൻ, ആരെയോ പ്രീണിപ്പിക്കാൻ ഇത്തരം ഒരു കടുകൈ ചെയ്യുകയാണ്. ഇന്ത്യ മുന്നണി രൂപീകരണത്തിന്റെ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി സജീവമായിട്ടുണ്ടായിരുന്നു. അതിന് സ്വാഗതം പറയാനും പത്രക്കാരെ കാണാനും ഫോട്ടോ ഷൂട്ടിനൊക്കെ മുന്നിൽ ബഹുമാനായ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി ഉണ്ടാക്കുമ്പോൾ CPI ചേർന്നിട്ട് പോലും CPM പറഞ്ഞു, ഏകോപന സമിതിയിൽ ഞങ്ങൾ വേണ്ട, കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഏതായിരുന്നാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മത്സരം സത്യത്തിൽ BJPയെ സഹായിക്കാൻ തന്നെയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. രാജ്യത്തെ രക്ഷപ്പെടുത്തും BJPയുടെ ഈ തെറ്റായ രാജ്യം ഇക്കാലം അത്രയും മുറുകെ പിടിച്ചു പോന്ന മഹത്തായ ആശയങ്ങൾ നശിപ്പിക്കാൻ ഭരണഘടന മാറ്റും എന്നടക്കമുള്ള നമ്മളൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ 10-65 കൊല്ലക്കാലം കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ്സുകാരല്ലാത്ത പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അവരൊന്നും ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളെ തൊട്ട് കളിച്ചിട്ടില്ല. ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല. CAA മതാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു ഭരണത്തിലേക്ക് രാജ്യം തിരിച്ചു പോകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുസ്ലിം ലീഗ് പരമാവധി സഹായിക്കും. അതിനനുസൃതമായ വിട്ടുവീഴ്ചകൾ എല്ലാ കാലത്തും എന്ന പോലെ രാജ്യത്തെ രക്ഷിക്കാൻ മുസ്ലിം ലീഗ് നടത്തുക തന്നെ ചെയ്യും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും? ഭൂരിപക്ഷം കിട്ടും. സീറ്റിന്റെ കൃത്യമായ എണ്ണം കിട്ടിയിട്ടില്ല. ഒന്നും കൂടി പരിശോധിച്ച് ഫാസിസ്റ്റുകളുടെ ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നു പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധിന്റെ പ്രചാരണത്തിലൊന്നും ലീഗിന്റെ കൊടിയില്ലാത്ത നിങ്ങളൊരു അസ്തിത്വം മറച്ചു വെക്കുന്നതിന് കൂടിയല്ലോ. ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന ചോദ്യം. അതിനൊക്കെ ഒറ്റ മറുപടിയെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും BJPക്ക് മുതലെടുക്കാനുള്ള വർഗീയത ചിന്ത വളർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തെറ്റായ പ്രചാരവേലകൾ നടത്തി ഇന്ത്യ മുന്നണിയുടെ ജനപിന്തുണ നഷ്ടപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. അത്ര അതിന് മറുപടിയുള്ളൂ. BJP മുന്നണി ചർച്ചയാക്കുന്നു പേടിച്ചിട്ട് നമ്മുടെ കൊടി പുറത്തെടുക്കാത്തതാണോ? അപ്പൊ ഏത് പാർട്ടിന്റെ അസ്തിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? ഞങ്ങളെ കൊടി ഞങ്ങൾ പുറത്തെടുക്കുക. ഇപ്പോഴും എന്റെ മടിയിൽ കൊടിയുണ്ട്. കോഴിക്കോട് നാളെ നിങ്ങൾ പ്രസ് ക്ലബിന്റെ മുമ്പിൽ ഞാൻ ലീഗിൽ ഇപ്പൊ നിൽക്കാലോ, ഞാൻ ഇപ്പൊ പിടിച്ചു നിൽക്കാലോ പ്രസ് ക്ലബിന്റെ ഇപ്പോഴും നിൽക്കാം. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും മുസ്ലിം ലീഗ് അതിന്റെ കൊടി പിടിക്കാൻ ഒരു മടിയില്ല. പക്ഷെ ആ കൊടി ഞങ്ങൾ പിടിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മഹത്തായ ഉദ്ദേശത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് തോന്നിയാൽ തൽക്കാലം അതൊന്ന് മാറ്റിപ്പിടിക്കാൻ ഞങ്ങൾ അറിയാം. പൊന്നാനി സീറ്റില് സമസ്തയുടെ ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പ്രതിരോധ റിപ്പോർട്ടുകൾ ശ്രദ്ധയപ്പെട്ടിരുന്നു. ഇല്ല, അങ്ങനെ അടിയെടുപ്പൊന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 100%
നല്ല ഉറപ്പുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടും. ഈ സുപ്രഭാതം പത്രത്തില് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിക്ക് പരസ്യം വന്നിട്ടുണ്ട്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയുടെ പരസ്യം സുപ്രഭാതം പത്രത്തിൽ വന്നിട്ടേ സുപ്രഭാതം പത്രം അവിടെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പത്രങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പരസ്യം കൊടുക്കാം, എല്ലാ പാർട്ടികൾക്കും അവരുടെ പരസ്യങ്ങൾ കൊടുക്കാം. അത് പരസ്യമല്ലേ, അത് അവരുടെ ബിസിനസ് അല്ലേ. അതിലെന്തിനാ ഞങ്ങൾ ഇടപെടുന്നത്? ചന്ദ്രഗിരി വരില്ല. അതുമായിട്ട് അങ്ങനെ ഒരു കച്ചവട ബന്ധം സംസ്ഥയ്ക്ക് വേണോ? അല്ല, അത് ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. ഈ CAA വിഷയത്തിലടക്കം രാഹുൽ ഗാന്ധി നിലപാട് സ്വീകരിക്കാത്തതാണ് പിന്നെ ഈ പിണറായി വിജയൻ ഇത്ര വിമർശനം ഉന്നയിക്കാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് പ്രകടന പത്രികയിൽ പോലും CAA വിഷയം പരാമർശിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് സംഘപരിവാർ മനസ്സാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് വിമർശനത്തിന് കാരണമെന്ന് പറയുന്നത്. CAA ഉൾപ്പെടുത്താത്തത്, പ്രകടന പത്രിക ഉൾപ്പെടുത്താത്തത് വീഴ്ചയാണ്. കോഴിക്കോട് കടപ്പുറത്ത് അല്ലേ രാഹുൽജി പ്രസംഗിച്ചത്? നിങ്ങളൊക്കെ കേട്ടല്ലേ? അത് കേട്ടില്ല എന്ന് നമ്മൾ നടിക്കണം. വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞല്ലേ, മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. തർജ്ജമ ഉണ്ടായിരുന്നു ഷാഫിയുടെ പ്രസംഗത്തിലല്ല വന്നു, പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മളെന്തിനാ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു? പ്രകടന പത്രികയിൽ CAA വിഷയം ഉണ്ടോ? കോൺഗ്രസ് 65 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചല്ലോ. എപ്പോഴെങ്കിലും അവരിത് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം ഡയറക്റ്റ് ആ ചോദ്യം മറുപടി ഡയറക്റ്റാണ്, വളരെ ഡയറക്റ്റാണ്. CAA വിഷയം ഒരു പ്രകടന പത്രിക അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യത്തിലെ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളും ഇല്ല. എവിടെയൊക്കെയോ ഇത് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഗൗരവമേറിയ വിഷയമായിട്ട് പോലും അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് വീഴ്ചയല്ലേ? അങ്ങനെയല്ല, ഇത് പറയേണ്ട സ്ഥലം പാർലമെന്റിൽ എതിർത്തിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ വീഡിയോകളൊക്കെ. മുഖ്യമന്ത്രി പച്ചക്കള്ളല്ലേ പറഞ്ഞത്, ആരും എതിർത്തിട്ടില്ല. എല്ലാവരും എതിർക്കുന്ന വീഡിയോ നാട് മുഴുവൻ നടന്നില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രി ബാബു പറഞ്ഞോ എനിക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞോ? ഇനി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യാ? നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ വിവരമുള്ള ആളുകളല്ലേ? നമ്മുടെ ഒരു പ്രകടന പത്രിക അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളെ മുമ്പിൽ വെച്ച് രാഹുൽ പറഞ്ഞിട്ട് പിന്നെന്താ രാഹുൽ എന്ന് പറയാത്തത് എന്ന് ചോദിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന ഒരു വിഷയം വലിയ വിഷയം പിന്നെ വിവാദമായി വരികയും ഇത് ഈ പ്രകടന പത്രിക ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് അംഗീകാരം ആ സബ്ജക്റ്റിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞു, രാഹുൽജിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ്. ആ രാഹുൽ നിങ്ങൾ കേൾക്കെ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിരുന്ന സമയത്ത് വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മതി. മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടാവില്ല. അതായിക്കോ, നിങ്ങൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. സുപ്രഭാതം പത്രം കത്തിച്ചുള്ള സമരത്തോടെ അങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചത്? വീഡിയോ സഹിതമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. 15 ലക്ഷത്തിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, 15 ലക്ഷം അക്കൗണ്ടിലേക്ക് വരുന്നു പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു നേതാവ്, പഴയ നേതാവാണ് ടോം വടക്കൻ. അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ പറഞ്ഞ കാര്യം ആ ഒരു ഭാഗം കാണിച്ചുകൊണ്ട്, അതായത് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് ടോം വടക്കൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിദേശത്തുള്ള മുഴുവൻ പണം കൊണ്ടുവന്നാൽ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം കിട്ടാവുന്ന സംഖ്യ ഇവിടെ നിക്ഷേപിച്ചു എന്നാണ് ടോം വടക്കൻ പറഞ്ഞത്. അങ്ങേക്ക് ഹിന്ദി മനസ്സിലാവാനിട്ടാണോ ടോം വടക്കിന് മനസ്സിലാവാനിട്ടാണോ? അല്ലെ, എത്ര ലക്ഷം ഇവിടെ നിക്ഷേപിച്ചു? വിദേശത്ത് നിന്ന് എത്ര ലക്ഷം പിടിച്ചെടുത്ത് കൊണ്ടുവന്നു? ഈ വിദേശത്തേക്ക് കോർപ്പറേറ്റ് മുതലാളിമാരും ലോൺ എടുത്തിട്ടുള്ള ആളുകളും കൊണ്ടുപോയ പൈസയിൽ നിന്ന് എത്ര ശതമാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു? കൊണ്ടുവരാൻ സാധിച്ചു. 10 കൊല്ലം മുമ്പ് അത് കൊണ്ടുവരാൻ വോട്ട് വാങ്ങി പോയവരാണ്. ഞാൻ ടോം വടക്കനെയും മറ്റു തെക്കനെയും ഒന്നും അല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ വാഗ്ദാനമാണ്. അതിൽ എത്ര പൈസ ഇന്ത്യയിലേക്ക് വന്നു, കൊണ്ടുവന്നു പറയാൻ കഴിയുമോ? രാഹുൽ എന്ന വ്യക്തിക്കപ്പുറം ഈ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇറക്കിയതാണല്ലോ പ്രകടന പത്രിക. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇന്ത്യ മുന്നണി. ആ പ്രകടന പത്രിക അത്രയും പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്?
ആരാ പറഞ്ഞു പ്രസക്തമല്ലാന്ന്? നിങ്ങൾ തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രകടനപത്രം. എന്നെ വിളിച്ചത് പ്രകടനപത്രം ചർച്ച ചെയ്യാനാ, തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വർഷങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇല്ലാതെ ഇരിക്കും, അടുത്ത ഘട്ടത്തിൽ ഒരു വർഷം വന്നേക്കും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി വെക്കുന്ന പ്രധാന ആശയങ്ങളോ വാഗ്ദാനങ്ങളോ അല്ലേ പ്രകടന പത്രികയിൽ എഴുതി രേഖപ്പെടുത്തിയിട്ട് ആളുകളെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആ പ്രകടന പത്രികയല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നത് എന്തർത്ഥാണ്? അർത്ഥമുണ്ട്. അതിനർത്ഥം പ്രകടന പത്രിക ചർച്ച ചെയ്യാനാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ്. ആ തെരഞ്ഞെടുപ്പില് ആ തെരഞ്ഞെടുപ്പിൽ അതിന് വേറെ വിളിച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ അത് മാത്രം വിഷയാക്കരുത്. നിങ്ങൾക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ. പ്രകടന പത്രികയിൽ അത് വന്നിട്ടില്ല, അത് മാത്രമേ ചോദിക്കാനുള്ളൂ. വേറെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ വേറെ പറയില്ല. വേറെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളൂ. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ കൊടി താഴ്ത്തി വെച്ചതുപോലെ മറ്റൊരു വിട്ടുവീഴ്ചയാണ് പ്രകടന പത്രിക. കൊടി താഴ്ച വെച്ച് വിട്ടുവീഴ്ചയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോ. ഇതൊക്കെ നിങ്ങൾ ഈ 1-2 കാര്യങ്ങളല്ലാതെ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ചർച്ച ചെയ്യും. നിങ്ങൾ ഈ സാധാരണ ചീഫ് പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് ഏറ്റെടുത്ത്, തെരുവ് പ്രാസംഗികന്മാർ ഏറ്റെടുത്ത്, നിങ്ങളൊക്കെ ഇവരുള്ള രാജ്യത്തിലെ രാഷ്ട്രീയക്കാരെയും ജനങ്ങളെയൊക്കെ നന്നാക്കാൻ നടക്കുന്ന ആളുകൾ വിവരം പറഞ്ഞു കൊടുക്കാൻ നടക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡിലേക്ക് വരും. ഏത് പ്രകടനപത്രികയുടെ കാര്യം? പ്രകടനപത്രിക യാഥാർത്ഥ്യമാണ്. അത് സങ്കല്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ ചെയ്യാം? രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രകടനപത്രിക. അതാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട രാഹുൽജി കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷങ്ങൾ സാക്ഷി നിർത്തി അർത്ഥശങ്കക്കിടമില്ലാത്ത അത് പറഞ്ഞത്. നിങ്ങൾക്ക് കേട്ടാ പോരാ എങ്കിൽ രാഹുൽജിയോട് പറയാം, ആവുന്ന ഒരു വാചകയിൽ എഴുതി ചേർക്കാൻ പറഞ്ഞു. പ്രശ്നം തീർന്നില്ല. ഈ പ്രകടന പത്രികയുടെ കരട് രേഖ തയ്യാറാക്കുമ്പോൾ കൃത്യമായി തന്നെ ഈ CAA വിഷയം ഉൾപ്പെടുത്തുകയും എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഉന്നത നേതാക്കൾ ചേർന്ന് അത് വെട്ടിമാറ്റുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നോ? മൂപ്പര് CAA കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. CAA കേരളത്തിൽ നടപ്പാക്കില്ല, സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഇതുപോലെ UAPA പാർലമെന്റിൽ പാസ്സാക്കിയപ്പോൾ മുമ്പ് പറഞ്ഞിരുന്നു കേരളത്തിൽ നടപ്പാക്കില്ല. അതിശക്തമായി പാർലമെന്റ് പറഞ്ഞു, പുറത്തു പറഞ്ഞു, അസംബ്ലി പറഞ്ഞു, പുറത്തു പറഞ്ഞു. 147 UAPA കേസ് കേരളത്തിൽ എടുത്തില്ല. ഈ CAA കേസ് 835 കേസെടുത്തു കേരളത്തിൽ. എന്തിനാ CAAക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കേസെടുത്തത്? നമ്മൾ സാധാരണ പ്രകടനം നടത്തിയ കേസെടുക്കാറുണ്ട, ഒരു ധർണ നടത്തിയ കേസെടുക്കാറുണ്ട. കോഴിക്കോട് കടപ്പുറത്ത് പന്തൽ കെട്ടി സമാധാനപരമായി 1 മാസം ഞങ്ങൾ യൂത്ത് ലീഗിൽ ഇരുന്നു. അതിനാ കേസ് പറയട്ടെ, അതിനല്ലേ കേസ്. സാധാരണ പ്രകടനത്തിനോ ധർണക്കോ സത്യാഗ്രഹത്തിനോ കേസെടുക്കാറുണ്ടോ? ഒരു സമാധാന പങ്കും അന്നുണ്ടായിട്ടില്ല. ഒരു നിമിഷം പോലും ട്രാഫിക് ജാമായിട്ടില്ല. ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ ചെല്ല് പോലും തകർന്നിട്ടില്ല. എന്നിട്ടും 835 കേസെടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അദ്ദേഹം പറഞ്ഞു കേസുകൾ മുഴുവൻ പിൻവലിക്കും. എന്താ സ്ഥിതി? CAAയോട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ അവിടെയല്ലേ തെളിയിക്കേണ്ടത്? എത്ര കൊല്ലമായി ഇത് പറഞ്ഞു? 2.5 കൊല്ലമായിട്ട് എത്ര കേസുകൾ പിൻവലിച്ചു? എത്രമാത്രം ആളുകൾ, ലീഗുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും UDFകാരും മാത്രമല്ല, സാഹിത്യ നായകന്മാർ, നിങ്ങളെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ, ഇവരൊക്കെ പ്രതികളായ കേസിൽ ലക്ഷങ്ങൾ ഫൈൻ അടച്ചുകൊണ്ടിരിക്കുക. കേസെടുക്കാൻ ഒരു കാരണവുമില്ലാത്ത കേസുകൾ എടുത്തത്. സമാധാനപരമായ ഒരു പ്രകടനം നടത്തിയ കേസുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലൊക്കെ ദിവസം കേസെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി CAA നടപ്പാക്കില്ല എന്ന് കാണിക്കാനുള്ള ആർജവല്ലേ ഇന്ത്യ മുന്നണി കാണിക്കേണ്ടത്? അതിന് ഇന്ത്യ മുന്നണിയിൽ മാർക്സിസ്റ്റ് പാർട്ടി ചേരുന്നില്ലല്ലോ, അതാണോ പ്രശ്നം? കോൺഗ്രസ് എങ്കിലും ഞാൻ പറഞ്ഞത് CPM അതിന് ചേർന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. കോൺഗ്രസ് എങ്കിലും അത് പ്രകടന പത്രികയിൽ അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ട. ഞാൻ പറഞ്ഞു രാഹുൽജി വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത്. കോഴിക്കോട് ബീച്ചിൽ മാത്രം പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ് CAA. ആണ്, നിങ്ങൾക്ക് സംശയമുള്ളൂ, വേറെ എവിടെ ഇല്ല. അതെ, നിങ്ങൾക്ക് കോഴിക്കോട്ടെ ചില എല്ലാവർക്കും അല്ല, ചില പത്രപ്രവർത്തകർക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കോഴിക്കോട്ട് തന്നെ പറയണമെന്ന് അദ്ദേഹം നിശ്ചയിച്ച. CAA മതാടിസ്ഥാനത്തിൽ നടപ്പാക്കില്ല എന്നുള്ളത് ഇടതുപക്ഷം ഒരു മുഖ്യ പ്രചരണ വിഷയമാക്കുമ്പോൾ
കോൺഗ്രസിന് ഒരു മൃദു ഹിന്ദുത്വ സമീപനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലീഗ്? മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ പറയുന്നു. കോൺഗ്രസിലേക്ക് എന്താ ബന്ധം? മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കാൻ കഴിയില്ല, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് UAP പോലെ തന്നെ ആവും. ഒരു കേന്ദ്ര നിയമം ഒരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയാതിരിക്കുന്ന കൊല്ലത്ത് പ്രത്യേക ജയിലുണ്ടാക്കി പണി പൂർത്തിയായിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ കത്ത ഇതുപോലെ പൗരത്വം നഷ്ടപ്പെടുന്ന ആളുകളെ സൂക്ഷിക്കാൻ, അവരെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ ഇതുണ്ടാക്കണം, ക്യാമ്പുകൾ ഉണ്ടാക്കണം. ജയിലിൽ നിന്ന് പറയാൻ പാടില്ല. ആസാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉണ്ടാക്കിയത് കേരളത്തിലാണ്. കൊല്ലത്ത് പണി പൂർത്തിയായി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുറത്ത് പറയും, അകത്ത് ചെയ്യുന്നത് എന്താണ് എന്നത് എല്ലാവർക്കും അറിയാം. അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരേ ഒരു മുസ്ലിം പ്രാതിനിധ്യമാണുള്ളത്. വാസ്തവത്തിൽ അത് ഈ CAA പ്രശ്നമൊക്കെ കത്തിവെക്കുന്ന സമയത്ത് ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂട്ടുന്നതല്ലേ? വാസ്തവത്തിൽ ഒരു സീറ്റ് മാത്രം, അതിനോട് എങ്ങനെയാണ് ലീഗ് പരിഹരിക്കുന്നത്? അല്ല, അതിപ്പോ എല്ലാ പാർട്ടികളും അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് സാമുദായിക അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് നല്ലതാണ്. LDF 4 സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം. അപ്പൊ ആ കണക്കിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് LDF 4 സ്ഥാനാർത്ഥികളുണ്ട്. UDF എത്രയുണ്ട്? UDF ലീഗ് കഴിച്ചു. അപ്പൊ UDF ലീഗ് UDF അല്ലേ? നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ LDF ആ. LDF പറയുമ്പോൾ പറയേണ്ട UDF ആ അല്ലേ? വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും കൂട്ടണം. അർഹമായി ജനസംഖ്യാനുപാതത്തിലൊക്കെ കൂട്ടാൻ പരമാവധി ശ്രമിക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് അല്ല, ഈ ലീഗിന് ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. അതില് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു. നേരത്തെ പച്ചപ്പൊടിയുടെ കാര്യം പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിശാലമായ താല്പര്യം കണക്കിലെടുത്തിട്ട് മനസ്സിലായല്ലോ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പാർട്ടിയില് അണികൾക്കിടയിലേക്ക് ഒരു അസംതൃപ്തി ഉണ്ടോ? മുസ്ലിം ലീഗിന്റെ പാർട്ടി അണികൾക്കിടയിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ പോയി അന്വേഷിക്കും. ഒരു അസംതൃപ്തി ഇല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ എന്തിന്റെ പേരിൽ ശ്രമിച്ചാലും മുസ്ലിം ലീഗിന്റെ അണികൾ അവർ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അവർക്ക് ഒരു ചാഞ്ചാട്ടില്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലുള്ള ചില പത്രക്കാരൊക്കെ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു നോക്കും. ഇപ്പൊ പൊളിയൊന്നും വിചാരിക്കും. അത് നടക്കില്ല. ലീഗിന്റെ ഒരു സ്ഥലത്ത് പോലും ഒരു പാർട്ടി പ്രവർത്തകൻ പോലും ഇപ്പോ അസംതൃപ്തനല്ല. പരമാവധി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് മുസ്ലിം ലീഗിന്റെ അണികൾ. 20 നിയോജക മണ്ഡലങ്ങളിൽ. വടകരയില് സൈലന്റ് ടീച്ചറിനെതിരായിട്ട് സൈബർ ആക്രമണം നടത്തുന്നതിന് ഏറ്റവും മുന്നിലുള്ള ലീഗ് പ്രവർത്തകരാണ്. ആണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്താവന എന്റെ തലയ്ക്കില്ല. അല്ല അല്ല, അവിടെ സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫിക്കെതിരായിട്ടാണ്. ജാതീയമായ പ്രചരണത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോവാൻ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഭയപ്പെട്ടിട്ട്. അത് അപകടകരമാണ്. നിങ്ങൾ ബോംബിട്ടാക്കി പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മാർഗത്തിലേക്ക് വരികയാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ധാരാളം നടക്കുന്നു. ഞാനിപ്പോൾ കുട്ടികളിൽ നിന്നാണ് വരുന്നത്. എന്താ സംശയം? അവിടെ ബോംബ് പൊട്ടി മരണപ്പെട്ട രണ്ട് പാവങ്ങളെ അല്ലെങ്കിൽ പരിക്ക് വെച്ച ആളുകളെ പേരാണ് കേസെടുത്തത്. ആരാണ് ബോംബ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത്? ഇവിടുന്നാണ് ആ തീരുമാനം വന്നത്. അന്വേഷണം നടക്കണ്ടേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്നാണ് വയനാട് മൻസൂറിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നോ പിറ്റേന്നോ എറിയാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് അറിയണ്ടേ? ഇല്ല, ഒരു കാര്യത്തിലും നടന്നിട്ടില്ല. റിയാസ് മൊലീന്റെ നടന്നിട്ടില്ല. ആലപ്പുഴയിലെ ഷാൻ കേസ് നടന്നിട്ടില്ല. മറ്റു ചിലത് വളരെ ധൃതി പിടിച്ച് ഉത്സാഹമായിട്ട് നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അമിതമായ താല്പര്യമുണ്ട്. ചില കാര്യങ്ങളിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലെ പ്രതിഷേധിക്കുന്ന രാഹുൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ മുഖ്യമന്ത്രി പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാടില്ല. പിണറായി സഖാവിനെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും ലീഗ് പറയുന്നില്ല. പക്ഷേ ഒരു നിസ്സാര കേസിന്റെ പേരിൽ 1-2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത പ്രധാനമന്ത്രി, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, നിരവധി കേസുകൾ ഉണ്ടായ കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.
അതിലുള്ള നമ്മളെ ശങ്കരാടിയുടെ അന്തർധാര അതേ ഞങ്ങൾ പറയുന്നു. അല്ല, അപ്പൊ അതൊരു കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ നടത്തുന്നു എന്നുള്ള നിലപാട് നമുക്കുണ്ടോ? വേട്ടയാടലാണ് നടത്തുന്നത്. കേന്ദ്ര ഏജൻസി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DC ശിവകുമാറിനെ, സ്റ്റാലിന്റെ മന്ത്രിസഭയിലെ ആളുകളെ, കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ആളുകളെ, മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലെ ആളുകളെ, ഇവരൊക്കെ വേട്ടയാടിയ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വാളയാറിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ആ പേടിപ്പിക്കൽ കൊണ്ട് കിട്ടുന്ന ഗുണം കൊണ്ടാണ് കൂടുതൽ മുന്നോട്ട് പോകാത്തത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ ചാലക്കുടിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോടികളുടെ കള്ളപ്പണം പിടിച്ചു. എന്തൊക്കെയായിരുന്നു 2 ദിവസങ്ങൾ എഴുതിയത്? അപ്പൊ നിങ്ങൾ ഇന്ന് വിട്ടു, ഗവൺമെന്റ് ഇന്ന് വിട്ടു. മഞ്ചേശ്വരത്തെ പണമിടപാട് റബൽ സ്ഥാനാർത്ഥിയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എവിടെ പോയി ആ കേസ്? എത്ര ദിവസം നിങ്ങളല്ലേ ഞങ്ങളെയൊക്കെ അത് അറിയിച്ചത് അത്തരം കേസുകളെ കുറിച്ച്? അപ്പൊ അതൊക്കെ മൂടിപ്പോവാണ്. അതോടൊപ്പം പിന്നെ സെക്രട്ടേറിയറ്റിലെയും വിച്ച് ഓഫീസിലെയും ഒക്കെ തെളിവുകൾ ഇടിവെട്ടിയും മഴ പെയ്തൊക്കെ മാഞ്ഞു പോവുകയാണ്. അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ആര് തെറ്റ് ചെയ്താലും പിടിക്കപ്പെടണം. അത് ഗവൺമെന്റും ഭരണകൂടും MLA-മാരും മാത്രമല്ല, മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ ചെയ്യണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാതിരുന്ന എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്സ് വെരി മച്ച്. താങ്ക് യു. വളരെ സജീവമായ ഒരു സമയമാണ് കഴിഞ്ഞു പോയത്. വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം അതിനൊക്കെ നേരിട്ടു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു സുപ്രധാന വാർത്തയുള്ള ഈ സീരീസിൽ തിങ്കളാഴ്ച നിങ്ങൾക്ക് നല്ലൊരു വിരുന്നൊരുക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും ഒന്നിച്ച്